ഓക്കെ. അപ്പോൾ 28 ജനുവരിയിലെ കറണ്ട് അഫെയർസ് ആണ് പറയാൻ പോണത്. അപ്പോൾ ഇതിൽ 27th കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഗ്രൂപ്പിൽ ഇതിൻ്റെ PDF ഉണ്ട്, അങ്ങനെ നോക്കുന്നവർക്ക് അങ്ങനെയും നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പറയാനുള്ളത് 27th ജനുവരിയിൽ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. 27th ജനുവരി എന്ന് പറയുന്നത് നാഷണൽ ജോഗ്രഫിക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അത് നാഷണൽ ജോഗ്രഫിക് സൊസൈറ്റി എന്ന് പറയുന്നൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അത് സ്ഥാപിച്ചിട്ടുള്ളത് 1888 ജനുവരി 27 USA വാഷിങ്ടൺ DC അതിന് ഹോണർ ചെയ്യാൻ ആ ഒരു ദിവസത്തെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് 27th ജനുവരി നാഷണൽ ജോഗ്രഫിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ ഒരു നാഷണൽ ജോഗ്രഫിക് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് റിനോൺഡ് ഓർഗനൈസേഷനാണ്. എൻവിറോൺമെൻറ്റൽ കൺസർവേഷനിലും സയൻസിലും അതിൻ്റെ എക്സ്പ്ലോറേഷൻ ആ ഫീൽഡിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണിത്, നാഷണൽ ജോഗ്രഫിക് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 27th ജനുവരി ഇന്റർനാഷണൽ ഡേ ഓഫ് കൊമമറേഷൻ ഓഫ് മെമ്മറി ഓഫ് വിക്ടിംസ് ഓഫ് ഹോളോകോസ്റ്റ് എന്നുള്ള ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അല്ലെങ്കിൽ നാസിയുടെ ഡെത്ത് ക്യാമ്പ് എന്നൊക്കെ ലിബറേഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ലിബറേഷൻ ലഭിച്ചിട്ടുള്ള ദിവസമാണ് 1945 ജനുവരി 27 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് യുണൈറ്റഡ് നാഷന് ഇവരുടെ ഇന്റർനാഷണൽ ഹോളോകോസ്റ്റ് റിമംബറൻസ് ഡേ എന്ന പേരിൽ ആചരിക്കുന്നുണ്ട്. അടുത്തത് ജനുവരി 28 ഇന്റർനാഷണൽ ഡാറ്റ പ്രൈവസി ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അത് ഡാറ്റ പ്രൊട്ടക്ഷൻ ഡേ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 2006 യൂറോപ്യൻ കൗൺസിലാണ് ഈ ഒരു ഡേ ഇങ്ങനെ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് പ്രൈവസി ബൈ ഡിസൈൻ ബിൽഡിംഗ് ഡിജിറ്റൽ ട്രസ്റ്റ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് 28 ജനുവരി ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന പേരിൽ ഒരു ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. 2025 മാർച്ച് 4 യുണൈറ്റഡ് നാഷൻ്റെ ജനറൽ അസംബ്ലിയിലാണ് ഈ ഒരു ഡേ ജനുവരി 28 ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നൊരു ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ടു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആൻഡ് എ സേഫ് ഇൻക്ലൂസീവ് വേൾഡ് എന്നതാണ്. ഇതിൻ്റെ ഒരു ലോഗോ ഒക്കെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കാണാൻ പറ്റും. അടുത്തതായിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി ലാലാ ലജ്പത് റായിയുടെ ബർത്ത് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ അനുസ്മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലാലാ ലജ്പത് റായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചാബില് 1865 ജനുവരി 28 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആനിവേഴ്സറി ആണ് ജനുവരി 28 എന്ന് പറയുന്നത്. ലാലാ ലജ്പത് റായ് പഞ്ചാബ് കേസരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അഥവാ ലയൺ ഓഫ് പഞ്ചാബ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നാഷണലിസ്റ്റ് ലീഡർ, ഫ്രീഡം ഫൈറ്റർ ആൻഡ് സോഷ്യൽ റിഫോമർ എന്ന ഇതിലാണ് അദ്ദേഹം ഇന്ത്യയിലും ഒട്ടാകെ അറിയപ്പെടുന്നത്. അദ്ദേഹം ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരുടെ കൂടെ ഒരു ട്രിയോ ആയിട്ടുള്ള ലാൽ ബാൽ പാൽ എന്ന ട്രിയോ, ഫേമസ് ആയിട്ടുള്ള ട്രിയോ ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്വരാജ്, സ്വദേശി, ബ്രിട്ടീഷ് ഗുഡ്സ്, ബ്രിട്ടീഷ് സാധനങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യുക, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രസ്ഥാനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സൈമൺ കമ്മീഷനെതിരായിട്ട് അദ്ദേഹം പ്രൊട്ടസ്റ്റ് നയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ലോഗൻ എന്ന് പറയുന്ന സൈമൺ ഗോ ബാക്ക് എന്നുള്ളത് അദ്ദേഹം റൈസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പ്രൊട്ടസ്റ്റ് തന്നെ പരിക്ക് പറ്റിയിട്ടാണ് അദ്ദേഹം 1928 നവംബർ 17 അദ്ദേഹം അന്തരിക്കുന്നത്. 1894 അദ്ദേഹം പഞ്ചാബ് നാഷണൽ ബാങ്ക്
അതിൻ്റെ ഒരു ഫൗണ്ടറാണ്. 1894 പഞ്ചാബ് നാഷണൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫൗണ്ടറാണ് ലാലാ ലജ്പത് റായ്. കൂടാതെ തന്നെ വന്ദേ മാതരം, ആര്യ ഗസറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പഞ്ചാബ് കേസരി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ന്യൂസ് പേപ്പേഴ്സിന്റെ എഡിറ്ററും അതിന് പഞ്ചാബ് കേസരിന്റെ ഫൗണ്ടറും കൂടെയാണ് അദ്ദേഹം. പിന്നെ യങ് ഇന്ത്യ, ഇംഗ്ലണ്ട് ഡിബേറ്റ് ടു ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, അൺഹാപ്പി ഇന്ത്യ എന്നിവയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്സ് ആണ്. പിന്നെ കൂടാതെ തന്നെ മസിനി, ഗരിബാൾഡി, ശിവാജി, ദയാനന്ദ്, ശ്രീകൃഷ്ണ എന്നിവരുടെ ബയോഗ്രഫീസും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലാലാ ലജ്പത് റായിയെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. അടുത്തത് നാഗാലാൻഡ് ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ഡ്രോൺ സ്കൂൾ എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് നാഗാലാൻഡ്. അവിടെ നാഗാലാൻഡിലെ GIS ആൻഡ് റിമോട്ട് സെൻസിങ് സെന്റർ ആയിട്ടുള്ള കൊഹിമയിലുള്ള നാഗാലാൻഡ് GIS ആൻഡ് റിമോട്ട് സെൻസിങ് സെന്ററിൽ ഒരു ഫസ്റ്റ് ഡ്രോൺ സ്കൂൾ ആൻഡ് ഡ്രോൺ സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് GIS ആൻഡ് റിമോട്ട് സെൻസിങ് സെന്ററിലെ പ്ലാനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു ഫെസിലിറ്റി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യയിലുള്ള കുട്ടികൾക്ക്, യൂത്തിന് വേണ്ടിയിട്ട് ഡ്രോൺ ടെക്നോളജി സ്കില്ല് കൊടുക്കാനും പിന്നെ ഇന്നോവേഷൻ ഡ്രൈവൺ എംപ്ലോയ്മെന്റ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് January 26 എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആയിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിലെ അക്ഷിത ധങ്കർ ഇന്ത്യൻ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമുവോടൊപ്പം നാഷണൽ ഫ്ലാഗ് പൊന്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ട് ആണ് കണക്കാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ഭാഗമായിട്ടാണ് പറയാനുള്ളത്. ഇന്ത്യയുടെ 77th റിപ്പബ്ലിക് ഡേ ആണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്, January 26. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ആർട്ടിസ്റ്റിനെയും ആർമഡ് ഫോഴ്സ് ബറ്റാലിയൻസിനെയും മിസൈൽസും പിന്നെ ഇന്ത്യയുടെ മിലിറ്ററി പവേഴ്സും കൾച്ചറൽ ഹെറിറ്റേജും ഒക്കെ ഗ്രാൻഡ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് പറ്റി. അതിന് കൂടുതൽ അറ്റൻഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് 30 ടാബ്ലോ എന്ന് പറയുന്നത് ഒരു സീനിനെ അല്ലെ ഒരു കഥേനെ, ഒരു സ്റ്റോറി കഥയിലുള്ള ഒരു സീന് റീക്രിയേറ്റ് ചെയ്യുക, ആളുകളെ വെച്ച് റീക്രിയേറ്റ് ചെയ്യുക അല്ലെ സാധനങ്ങൾ വെച്ച് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീനിനെയാണ് ടാബ്ലോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി 30 ടാബ്ലോ ആണ് ഈ ഒരു പരിപാടിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ സ്റ്റേറ്റിന്റെ യൂണിയൻ ടെറിട്ടറീസിന്റെയും കീഴിൽ 17 എണ്ണവും മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ 13 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് വന്ദേ മാതരം എന്ന ഗാനത്തിന് 150ാമത്തെ വർഷമാണ് വർഷമാണ് ഇത് എഴുതിയതിന് ശേഷമുള്ള 150ാമത്തെ വർഷമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്ദേ മാതരത്തിന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതും പിന്നെ ഇന്ത്യയുടെ പ്രോഗ്രസ് ഒക്കെ എടുത്തു കാണിക്കുന്ന ഇതൊക്കെയാണ് ടാബ്ലോസ് ആണ് ഉണ്ടായിരുന്നത്, മാർച്ചിൽ ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള മിലിറ്ററി പ്ലാറ്റ്ഫോംസ് ഒക്കെ ഈ ഇവന്റിൽ പിന്നെ ഡിസ്പ്ലേ ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ്, വെപ്പൺ സിസ്റ്റം ആയിട്ടുള്ള ആകാശ്, പിന്നെ അർജുൻ, മെയിൻ ബാറ്റിൽ ടാങ്ക് ആയിട്ടുള്ള അർജുന്, റോക്കറ്റ് ലോഞ്ചർ ആയിട്ടുള്ള സൂര്യാസ്ത്ര എന്നിവയൊക്കെ ഈ ഇവന്റിൽ ഫ്യൂച്ചർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ കൂടാതെ തന്നെ ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ആയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാബ്ലോ കൂടെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ നേവിയും എയർഫോഴ്സും അത് ഇൻഡിജിനസ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള INS വിക്രാന്തും റഫേൽ ജെറ്റ്സ് ഒക്കെ ഇതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ LRASHM എന്നുള്ളതും ഇത് ഷോക്കേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാർച്ച് 1. പിന്നെ ഇന്ത്യയിലെ ലഡാക്കിലുള്ള ഡബിൾ ഹംഡ് ബാക്ട്രിയൻ ക്യാമൽസ്, അതായത് ഒട്ടകങ്ങളെ ഈ ഒരു മാർച്ച് 1 ഫസ്റ്റ് ടൈം ഇന്ത്യൻ ഇസ്രായേലിൽ തന്നെ ആദ്യമായിട്ട് തന്നെ ക്യാമൽസിനെ ഈ ഒരു ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്.
അടുത്തതായിട്ട് ഈ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് കോപ്സ് ആണ് RVC എന്ന് പറയുന്നത്, റീമൗണ്ട് ആൻഡ് വെറ്റിനറി കോർപ്സ് എന്ന് പറയുന്നത്. അതില് ഇന്ത്യൻ ആർമിയിലുള്ള പിന്നെ ആർമിയിൽ ആനിമൽസും ഉണ്ട്. ഇപ്പൊ ആനിമൽസ് ലൈക്ക് ഹോഴ്സസ്, മ്യൂൾസ് ആൻഡ് ആർമി ഡോഗ്സ് അങ്ങനത്തെ ഒക്കെ ഇന്ത്യൻ ആർമിയിൽ ഉണ്ട്. അപ്പൊ അതിന്റെ ബ്രീഡിങ്, റിയറിങ്, ട്രെയിനിങ് ഒക്കെ നോക്കുന്ന കോപ്സ് ആണ്, സ്പെഷ്യലൈസ്ഡ് കോപ്സ് ആണ് ഇന്ത്യൻ ആർമീസ് റീമൗണ്ട് ആൻഡ് വെറ്റിനറി കോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ഇതെന്ന് പറയുന്നത് യുദ്ധത്തിൽ പങ്കെടുക്കുക, പിന്നെ രഹസ്യാന്വേഷണത്തില്, പിന്നെ ലോജിസ്റ്റിക്സിലൊക്കെയാണ് ഇത്തരം മൃഗങ്ങള് ചെയ്യുന്ന പണികള്. അപ്പോൾ ഇത്തരം കോപ്സ് അതിന്റെ വെറ്റിനറി കെയറും പിന്നെ കൗണ്ടർ ടെററിസം ഓപ്പറേഷനൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് ഈ ഒരു RVC എന്ന് പറയുന്ന ആർമി ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മീരറ്റാണ്. ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് പശു സേവ ആസ്മകം ധർമ്മ എന്നുള്ളതാണ്. സർവീസ് ടു ആനിമൽസ് ഈസ് അവർ ഡ്യൂട്ടി. ഇതാണ് ഇതിന്റെ മോട്ടോ വരുന്നത്. അടുത്തതായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ജീവൻ രക്ഷാ പതക് അവാർഡ്സ് നൽകാനുള്ള അനുവാദം നൽകി എന്നുള്ളതാണ്. 30 പേർക്ക് 2025 ജീവൻ രക്ഷാ പതക് അവാർഡ് നൽകാനുള്ള അനുമതി നൽകി എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ രക്ഷാ പതക് അവാർഡ്സ് ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ആണ് അപ്രൂവ് ചെയ്യുന്നത്. അതില് നാലോളം കാറ്റഗറിയിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഒന്ന് സർവോത്തമ ജീവൻ രക്ഷാ പതക്, അത് 6 പേർക്കാണ് നൽകുന്നത്. പിന്നെ ഉത്തമ ജീവൻ രക്ഷാ പതക് 6 പേർക്ക്, പിന്നെ ജീവൻ രക്ഷാ പതക് 18 പേർക്കും, പിന്നെ മരണാന്തരമായിട്ട് നൽകുന്ന അവാർഡ് 6 പേർക്കും കൂടെയാണ് ഇത് നൽകുന്നത്. ഇപ്പൊ ജീവൻ രക്ഷാ പതക് എന്ന് പറയുന്ന അവാർഡ് പിന്നെ ഇന്ത്യയിലുള്ള അഥവാ ഒരു ലൈഫ് സേവ് ചെയ്യുന്ന പേഴ്സൺസിന് ഒരു വ്യക്തിനെ രക്ഷപ്പെടുത്തുന്ന ആൾക്കാർക്കാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. അപ്പൊ ഇതില് ഏറ്റവും കൂടിയ ഇതിന് സർവോത്തമ ജീവൻ രക്ഷാ പതക് നൽകുന്നത്, അഥവാ നമ്മളെ റെസ്ക്യൂവറിന് ഗ്രേറ്റ് ഡേഞ്ചർ ഉണ്ടായിട്ട് പോലും അവര് മറ്റൊരു ലൈഫിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് അതാണ് സർവോത്തമ ജീവൻ രക്ഷാ പതക് നൽകുന്നത്. പിന്നെ കുറച്ച് റിസ്ക് കുറഞ്ഞതിന് ഉത്തമ ജീവൻ രക്ഷാ പദം നൽകുന്നത്, പിന്നെ ജീവൻ രക്ഷാ പതക് അങ്ങനെ നൽകുന്നത്. പിന്നെ മരണാന്തരമായിട്ടാണ് അടുത്തത് കൊടുക്കുന്നത്. അപ്പോ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും, ആർക്ക് വേണേലും ലഭിക്കും. മരണപ്പെട്ടാലും നമുക്കിത് ലഭിക്കും. ഇത് ഓരോ സ്റ്റേറ്റ് മിനിസ്ട്രീസും ഓർഗനൈസേഷൻസ് ഒക്കെ ആണ് ഈ ഒരു തീരുമാനിക്കുന്നത്. ഇതിന്റെ ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് മെഡലും സർട്ടിഫിക്കറ്റും പിന്നെ പൈസയാണ് ലഭിക്കുന്നത്. അടുത്തത് ഇന്ത്യയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അഥവാ DFPD, ഇതിന്റെ കീഴിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് അന്നചക്ര എന്ന് പറയുന്നത്. അപ്പൊ അന്നചക്ര എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ റിസർച്ച് ആണ് ബേസ്ഡ് ഓൺ ഇന്ത്യയിലുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് അന്നചക്ര എന്ന് പറയുന്നത്. ആ ഒരു ഇനീഷ്യേറ്റീവിന് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 2026 ഫ്രാൻസ് എഡൽമാൻ അവാർഡ് 6 ഫൈനലിസ്റ്റിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അന്നചക്ര എന്നുള്ളത് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ യുണൈറ്റഡ് നാഷന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമും പിന്നെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രാൻസ് എഡൽമാൻ അവാർഡ് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് അനലിറ്റിക്സ് വിഭാഗത്തിലെ നോബൽ പ്രൈസ് എന്ന പേരിലാണ് ഈ ഒരു അവാർഡ് അറിയപ്പെടുന്നത്. ഇത് അഡ്വാൻസ്ഡ് അനലിറ്റിക്സിലൊക്കെ ഹൈ വാല്യൂ വേൾഡിൽ തന്നെ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ്സിനൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു അവാർഡ്. ഇതിന്റെ ഫൈനൽ വിന്നർ ഇതിൽ 6 ഫൈനലിസ്റ്റിലാണ് ഈ ഒരു ഇന്ത്യയിലുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഫൈനൽ അവാർഡ് USA ഏപ്രിൽ
2026 ഏപ്രിലാണ് അനൗൺസ് ചെയ്യുന്നത്. അടുത്തായിട്ടുള്ളത് പ്രൊജക്ട് വീർ ഗാഥ എന്നുള്ളതാണ്. പ്രൊജക്ട് വീർ ഗാഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 75ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇപ്പൊ വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആസാദ് കി അമൃത് മഹോത്സവ് എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് വീർ ഗാഥ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് 2021 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പം കഴിഞ്ഞിട്ടുള്ള ജനുവരി 26 കഴിഞ്ഞിട്ടുള്ള റിപ്പബ്ലിക് ഡേ പരേഡിലെ സൂപ്പർ 100 ആയിട്ടുള്ള 100 ഗസ്റ്റുകൾ ഈ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ട് വീർ ഗാഥയുടെ ഭാഗമായിട്ട്. അടുത്തത് ഇന്ത്യയിലുള്ള ഡോക്ടറായിട്ടുള്ള ചന്ദ്രകാന്ത് ലഹരിയ, ഇന്ത്യ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഫോമർ സ്റ്റാഫ് മെമ്പർ കൂടെയാണ്. അദ്ദേഹത്തിന് വിലി റിസർച്ച് ഹീറോസ് പ്രൈസ് 2025 ലഭിച്ചു എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആൻഡ് ഓൺലി ഇന്ത്യൻ ആണ് ഈ ഒരു പ്രൈസ് ലഭിക്കുന്നത്. ഇത് ഇന്ത്യ പബ്ലിക് ഹെൽത്ത് പോളിസി ആൻഡ് ഇംപ്ലിമെന്റേഷനിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അടുത്തതായിട്ട് പ്ലീ ചാലഞ്ചസ് ന്യൂ UGC റെഗുലേഷൻ എന്നാണ്. UGCയുടെ ന്യൂ റെഗുലേഷൻ ആയിട്ടുള്ള റെഗുലേഷൻ 3C ഭാഗമായിട്ട് അതിനെതിരെ ഹർജി കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള SC ST OBC വിഭാഗത്തിൽ പെട്ടിട്ടുള്ള കുട്ടികളെ വേണ്ടിയിട്ടുള്ള അവരുടെ ഡിസ്ക്രിമിനേഷൻ അനുവദിക്കുന്നത്. അപ്പൊ അവരുടെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഗുലേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് ജനറൽ ആൻഡ് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളെ എക്സ്ക്ലൂഡഡ് ചെയ്തു എന്നുള്ള പേരിലാണ് ഈ ഒരു റെഗുലേഷനെതിരെ സുപ്രീം കോർട്ടിൽ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റെഗുലേഷൻ 3C ഉണ്ടായതിന്റെ കാരണം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ടാക്കിൾ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള SC ST OBC വിഭാഗങ്ങൾ അൺഫെയർ അൺബയാസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, ഡിഫൈനസ് അൺഫെയർ ആൻഡ് അൺബയാസ്ഡ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ അവർക്ക് പ്രൊട്ടക്ഷൻ, ലീഗൽ പ്രൊട്ടക്ഷൻ നൽകാനാണ് ഈ ഒരു റെഗുലേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മുമ്പത്തെ ഡ്രാഫ്റ്റ് അനുസരിച്ചിട്ട് SC ST വിഭാഗങ്ങൾക്ക് മാത്രമായിട്ടായിരുന്നു ലീഗൽ പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ പുതിയ ഡ്രാഫ്റ്റ് അനുസരിച്ച് ഇത് ലീഗൽ പ്രൊട്ടക്ഷൻ OBC വിഭാഗങ്ങൾക്കും നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും EOC എന്ന് പറഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇതായി. അപ്പോൾ EOC എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇക്വിറ്റി, സോഷ്യൽ ഇൻക്ലൂഷൻ, ഈക്വൽ ആക്സസ് ആൻഡ് അഡ്രസ് ഡിസ്ക്രിമിനേഷൻ കംപ്ലൈൻസ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ ഒരു EOC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത്, അഥവാ UGC എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള ഫസ്റ്റ് എഫേർട്ടാണ് ഇത്. സർജൻ റിപ്പോർട്ട് 1944 സർജൻ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് 1945 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആദ്യം ഇനീഷ്യലി സൂപ്പർവൈസ് ചെയ്തിട്ടുള്ളത് അലിഗഡ് യൂണിവേഴ്സിറ്റി, ബനാറസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണ്. പിന്നീട് 1947 ആവുമ്പോഴത്തേക്ക് ഇത് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് 1952 ആവുമ്പോഴത്തേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഈ ഒരു UGC കമ്മീഷന് ഉണ്ടായി. അപ്പൊ ഇതിന്റെ ഫോർമലി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് 1953. ഇത് 1956 ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറി. അപ്പൊ UGCന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതിന്റെ ഭാഗമായിട്ടൊരു ചെയർമാനും വൈസ് ചെയർമാനും ആണ്, പിന്നെ അതർ മെമ്പേഴ്സും ആണ് ഇതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരെ എല്ലാ മെമ്പേഴ്സിനെയും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്.
അടുത്തതായിട്ട് UPI സെറ്റ് ലോഞ്ച് ഇൻ ജപ്പാൻ എക്സ്പാൻഡിങ് ഇന്ത്യാസ് ഡിജിറ്റൽ പേയ്മെന്റ് റേസ്. അപ്പോൾ UPI എന്ന് പറയുന്നത് ഇന്ത്യാസ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. അപ്പൊ അത് ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജപ്പാനിലും ഉണ്ടായതിനെ കുറിച്ചിട്ടാണത്. ജപ്പാനിലെ IT സർവീസസ് ഫേം NTT ഡാറ്റയുമായിട്ട് പാർട്ണർ ചെയ്തിട്ട് ആണ് ഇത് നടത്തുന്നത്. UPI എന്ന് പറയുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റമാണ്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റമാണ് UPI എന്ന് പറയുന്നത്. അതുവഴി മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് രണ്ട് ബാങ്കുകൾ തമ്മിൽ ഇൻസ്റ്റന്റ് ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2016 അപ്പോൾ അത് ഇനി ജപ്പാനിലും ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്തതായിട്ട് പഞ്ചാബ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസസ് മുഖ്യമന്ത്രി സെഹത് യോജന ഫോർ ഫ്രീ ക്യാഷ്ലെസ് മെഡിക്കൽ കെയർ. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായിട്ട് പഞ്ചാബ് ഗവൺമെന്റ് മുഖ്യമന്ത്രി സെഹത് യോജന എന്നൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അതുവഴി പഞ്ചാബിലുള്ള എല്ലാവർക്കും ഹെൽത്ത് കെയർ സ്കീം വഴി ക്യാഷ്ലെസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ലഭിക്കും എന്നുള്ളതാണ്. ഇതുവഴി ഓരോ ഫാമിലിക്കും 10 ലക്ഷത്തോളം രൂപ പെർ ഇയർ ആയിട്ട് ലഭിക്കാനുള്ള ഒരു ഇതാണ്. അപ്പം ഇതുവഴി പഞ്ചാബിലുള്ള എല്ലാ റെസിഡൻസിനെയും ഒരു സ്റ്റേറ്റിന്റെ സിംഗിൾ ഹെൽത്ത് കെയർ കവറേജ് ഫ്രെയിം വർക്കിൽ അണ്ടറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് ആധാർ കാർഡും വോട്ടർ ID ഉള്ള എല്ലാ ഫാമിലീസിനും ഇതൊരു കിട്ടാൻ എലിജിബിൾ ആണ്. ഇതിൽ 1 ലക്ഷത്തോളം രൂപ ഇൻഷുറൻസ് കവറേജ് ആണ്. ബാക്കി ലഭിക്കുന്ന 10 ലക്ഷത്തോളം രൂപ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് പഞ്ചാബ് ഗവൺമെന്റ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് IIT മദ്രാസ് പർവർത്തക് സ്വയം പ്ലസ് ലോഞ്ച് ഫ്രീ AI ട്രെയിനിങ് ഫോർ റൂറൽ സ്കൂൾ ടീച്ചേഴ്സ്. IIT മദ്രാസ് സ്വയം പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യയിലുള്ള റൂറൽ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള AI ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. മുതൽ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ സ്വയം എന്ന് പറയുന്നത് സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിരൻസ് മൈൻഡ് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ മാസ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ് സ്വയം പോർട്ടലിൽ കയറിയാൽ നമുക്ക് എല്ലാ സ്കിൽസൊക്കെ പഠിപ്പിക്കുന്ന കുറേ കോഴ്സസ് അവൈലബിൾ ആണ്. അത് ഫ്രീ ആയിട്ടാണ്. ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ 2017 ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നിയോളിത്തിക് കാലഘട്ടത്തില് ഉള്ള കുറെ വസ്തുക്കളിൽ അവശിഷ്ടങ്ങള് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോ കർണാടക ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് ലക്കുണ്ടി എന്ന് പറയുന്ന ഒരു വില്ലേജ്. അപ്പൊ ആ വില്ലേജിലാണ് നിയോളിത്തിക് കാലഘട്ടത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഓൾറെഡി കർണാടക ഗവൺമെന്റ് ഈ ഒരു ലക്കുണ്ടി എന്ന് പറയുന്ന സ്ഥലം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ട് കുറച്ചു കാലമായി. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇത്തരം അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിലൂടെ ഈ ഒരു ആവശ്യം സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു അസ്ഥികൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ബ്രോക്കൺ ക്ലേ പോട്ട്സ്, സ്റ്റോൺ ഐസ്, കോരി ഷെൽസ്, ക്രോസ് ഷേപ്ഡ് പെഡസ്റ്റൽ അങ്ങനെയൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഏർലി ഹിസ്റ്റോറിക് ആൻഡ് മിഡീവൽ ഫൈൻഡിങ്സ് ആയിട്ടുള്ള സ്റ്റോൺ പെഡസ്റ്റൽ കവർഡ് വിത്ത് ജൈന ഫിഗർ ഇൻസ്ക്രിപ്ഷൻസ്, ബറീഡ് ടെമ്പിൾ റിമൈൻസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പ്രീ ഹിസ്റ്റോറിക് തൊട്ടിട്ട് മിഡീവൽ പീരീഡ് വരെ അവിടെ ആളുകൾ വസിച്ചു എന്നുള്ളതിന്റെ കുറെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്കുണ്ടി എന്ന് പറയുന്ന വില്ലേജ് ഒരു മേജർ എക്കണോമിക്, റിലീജിയസ് ആൻഡ് കൾച്ചറൽ സെന്റർ ആണ്. 10th to 13th സെഞ്ചുറീസ് വരെ ഉള്ള മേജർ ആയിട്ടുള്ള ഒരു എക്കണോമിക്, റിലീജിയസ്, കൾച്ചറൽ സെന്റർ ആണ് ഇത്. കല്യാണ ചാലുക്യ ആ കല്യാണ ചാലുക്യാസിന്റെ ഭരണകാലഘട്ടത്ത് ഇത് ഫ്ലറിഷ് ചെയ്ത, അഥവാ നല്ല രീതിയിൽ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ അത് ഹോയ്സാലാസിന്റെ കാലഘട്ടത്തിൽ കൂടുതൽ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫേമസ് ആയിട്ടുള്ള ഇതിനെ അറിയപ്പെടുന്ന, ഈ ഒരു വില്ലേജ് അറിയപ്പെടുന്നത് വില്ലേജ് ഓഫ് 100 വെൽസ് ആൻഡ് ടെമ്പിൾസ് എന്നാണ്. 100ഓളം വെൽസും ടെമ്പിൾസും ഉള്ള ഒരു വില്ലേജ് എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഹിസ്റ്റോറിക്കലായിട്ട് എല്ലാ മതത്തിന്റെയും റെമനൻസ് കിട്ടിയിട്ടുണ്ട്. ഹിന്ദു ടെമ്പിൾസിന്റെയും ജൈന മതത്തിന്റെയും പിന്നെ മുസ്ലിം ദർഗാസിന്റെ ഒക്കെ ഒരു സ്ഥലമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് വെബ് ടെലിസ്കോപ്പ് ഡെലിവേഴ്സ് ഷാർപ്പസ്റ്റ് ഡാർക്ക് മാറ്റർ മാപ്പ് യെറ്റ് എന്നുള്ളതാണ്. ഇതൊരു ആസ്ട്രോണമി റിലേറ്റഡ് ആണ്. നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്, ഇതൊരു ടെലിസ്കോപ്പാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഒരു മോസ്റ്റ് ഡീറ്റെയിൽഡ് ഹൈ റെസൊല്യൂഷൻ മാപ്പ് ഓഫ് ഡാർക്ക് മാറ്ററിന്റെ കണ്ടുപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് സബ്സ്റ്റൻസ് ആണ്. അത് നെയ്തർ എമിറ്റ് ഓർ റിഫ്ലക്ട് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യോ ചെയ്യാത്തൊരു മിസ്റ്റീരിയസ് സബ്സ്റ്റൻസിനെയാണ് ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാർക്ക് മാറ്റർ കോൺസിസ്റ്റ് ഓഫ് 85% ഓഫ് ഓൾ മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മോസ്റ്റ് ഡീറ്റെയിൽ ഹൈ റെസൊല്യൂഷൻ മാപ്പ് ഓഫ് ഡാർക്ക് മാറ്ററിന്റെ ക്രിയേറ്റ് ചെയ്യാൻ നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്തതായിട്ട് ഹെമിൽസിനം ഇൻഡിക്കം എന്ന് പറയുന്ന ഒരു ന്യൂ മഷ്റൂം സ്പീഷീസ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇതിൽ മഷ്റൂമിന്റെ ഒരു ന്യൂ സ്പീഷീസ് ആണ്. ഉത്തരാഖണ്ഡിലാണ് ഇത് കാണപ്പെട്ടത്. ഓക്ക് മരങ്ങൾക്കിടയിലാണ് ഈ ഒരു സ്പീഷീസ് ഓഫ് മഷ്റൂം കണ്ടുപിടിച്ചത്. ഹെമിൽസിനം എന്ന് പറയപ്പെടുന്ന ജീനസിന്റെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഈ ഒരു ഇതിലാണ്. അടുത്തത് ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക് ബാക്ടീരിയ സ്റ്റേറ്റ് മൈക്രോബായിട്ട് ഒഫീഷ്യലി കേരളത്തിലെ സ്റ്റേറ്റ് മൈക്രോബായിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഗട്ടിൽ നാച്ചുറലി കാണപ്പെടുന്ന ഒരു തരം പ്രോബയോട്ടിക് ബാക്ടീരിയ ആണ്. ഇതിനെ ഗുഡ് ബാക്ടീരിയ വിഭാഗത്തിലാണ് പറയപ്പെടുന്നത്. ഇത് ഫെർമെന്റഡ് ഫുഡ്സിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി സോയിൽ ആൻഡ് വെജിറ്റേഷനിലാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെ 25 to 35 ഡിഗ്രി സെൽഷ്യസ് ഈ ഒരു ഒപ്റ്റിമൽ ഗ്രോത്ത് ടെമ്പറേച്ചറിലാണ് ഇത്തരം ബാക്ടീരിയകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാനും സീക്രേറ്റ് ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ ഈ ഒരു ഇതിന്റെ ബാസിലസ് സബ്റ്റിലിസിന്റെ എൻഡോസ്പോസിന് ഹാർഷ് ആയിട്ടുള്ള എൻവിറോൺമെന്റൽ കണ്ടീഷൻസും UV എക്സ്പോഷറും ഹൈ ടെമ്പറേച്ചറും ഒക്കെ സർവൈവ് ചെയ്യാനൊക്കെ അതിന് കഴിയും. ഇതൊരു നോൺ പാത്തോജനിക് ബാക്ടീരിയ ആണ്. പക്ഷെങ്കിൽ അത് ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്യും. ഫുഡ് പോവാന് ഇത്തരം ബാക്ടീരിയകൾ കാരണം വരും. പക്ഷെ നോൺ പാത്തോജനിക് ആണ്. പിന്നെ ഇത് സീഡ്സിലും വെജിറ്റബിൾസിലും പ്ലാന്റ്സിലും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫംഗിസൈഡ് ആയിട്ട് ഇത് സീഡ്സിലും വെജിറ്റബിൾസും പ്ലാന്റ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള അബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് റൂട്ട് സിസ്റ്റത്തിന്റെ കൂടെയാണ് ഇത് ഉണ്ടാവുക, വളരുക. അപ്പൊ റൂട്ട് സിസ്റ്റത്തിനെ കോസ് ചെയ്തിട്ടുള്ള ഡിസീസ് കോസിങ് ഓർഗാനിസത്തിനെ കൂടെ കോമ്പീറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ നശിപ്പിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇത്തരം ബാക്ടീരിയകൾ. അടുത്തതായിട്ട് ഇന്ത്യ ഗൾഫ് ഫുഡ് 2026 എന്ന ഇവന്റിന് പങ്കെടുത്തു എന്നുള്ളതാണ്. ഇന്ത്യ ഒരു പാർട്ട്ണർ കൺട്രി ആയിട്ട് ഗൾഫ് ഫുഡ്
2026 പങ്കെടുത്തു എന്നുള്ളതാണ്. ഗൾഫ് ഫുഡ് 2026 എന്ന് പറയുന്നത് വേൾഡ് ലാർജസ്റ്റ് ആനുവൽ ഫുഡ് ആൻഡ് ബിവറേജ് സോഴ്സിംഗ് ഇവന്റ് ആണ്. അപ്പോൾ ഈ പ്രാവശ്യം ദുബായിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീൻ്റെ കീഴിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഈ ഒരു ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷന്റെ ഭാഗമായിട്ട് ലീഡ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 161 ഇന്ത്യയിലുള്ള 25 സ്റ്റേറ്റിൽ നിന്നുള്ള 161 എക്സിബിറ്റേഴ്സ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. അടുത്തതായിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ആയിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നുള്ളതാണ്. അത് ടേം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇപ്പോൾ 2 ദിവസം യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആന്റോണിയ കോസ്റ്റ ആൻഡ് യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള വോണ്ടർ ലയൻ ഒക്കെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ചു. അപ്പൊ അതിന് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ഇത് കൂടുതൽ ബെനിഫിറ്റ് ആവുക ഇന്ത്യയിലുള്ള ടെക്സ്റ്റൈൽ, ലെതർ, കെമിക്കൽസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ജ്വല്ലറി എന്നീ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്, മാനുഫാക്ചറിന്റെ ആളുകൾക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്തരം ടെക്സ്റ്റൈൽ, ലെതർ, കെമിക്കൽ, ഇലക്ട്രോണിക്സ്, ജ്വല്ലറീസ് ഇങ്ങനത്തെ ഉള്ള പ്രൊഡക്ട്സിന്റെ ഇതുമായിട്ട് യൂറോപ്യൻ യൂണിയൻ മാനുഫാക്ചർ കോമ്പറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് 2032 ആവുമ്പോഴത്തേക്ക് ഇതിന്റെ എക്സ്പോർട്ട് ഡീൽ ഒരു ഡബിൾ ആവണം എന്നാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. കൂടാതെ തന്നെ പിന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ക്ലൈമറ്റ് സപ്പോർട്ട് ഫണ്ടിങ്ങും ഇത് നൽകുന്നുണ്ട്. അപ്പോ ഇന്നത്തെ ഇത്ര ഉള്ളൂ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിർത്താം. ഇന്ന് GK ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല.